ഹലോ മിഗോസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ രാത്രി കിടക്കാറായപ്പോഴും സർപ്രൈസായിട്ട് പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു. വേഗം റെഡിയാവാൻ പറഞ്ഞു. പിന്നെ ഒന്നും നോക്കില്ല, അതേ നമ്മുടെ സ്ഥിരം റെഡിയാവാൻ ഐലൻഡ് എടുത്തു, ചെറിയൊരു പൊട്ടും തൊട്ടും കണ്ണെഴുതി നേരെ മുടി കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ അതേപോലെ സർപ്രൈസൊക്കെ ആയിട്ട് പെട്ടെന്നായിരിക്കും പറയാം എവിടെയെങ്കിലും പോവാം, കറങ്ങാൻ പോവാം. അപ്പോൾ രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പറഞ്ഞത്. ഞങ്ങൾ കിടക്കാറായിരുന്നു. അങ്ങനെ വേഗം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ണെഴുതി പൊട്ട് തൊട്ടു നമ്മുടെ സ്വന്തം സിന്ദൂരം തൊട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ചെറിയൊരു ബീട്രൂട്ട് കഷ്ണം കേട്ടോ. അപ്പോൾ എൻ്റെ റെഡിയാവൽ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് വേഗം നമ്മുടെ കുഞ്ഞിനെ റെഡിയാക്കാം. കുഞ്ഞിനെ അപ്പോൾ എവിടെ കൊണ്ടുപോകാം അമ്മേ, അച്ഛൻ എവിടെയാണ് പോകണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാൻ പാടില്ല എവിടെയാണ് പോകണേന്ന്. റെഡി ആവാൻ പറഞ്ഞു. കേട്ടപ്പോൾ കേൾക്കാത്ത പടി ഞാൻ രണ്ടുപേരും കൂടി റെഡി ആവാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതേപോലെ യാത്രയൊക്കെ പോകണതും. രാത്രിയാണെങ്കിലും വെളുപ്പിലാണെങ്കിലും ആൾ സെറ്റാണ്. 2 വീലറിലാണെങ്കിൽ അത്രയും സന്തോഷം. ഞങ്ങൾക്ക് 3 പേർക്കും 2 വീലറാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് അവനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെക്കൻ പോണ തിരക്കിൽ ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുകയാണ്. റെഡിയാവാനായിട്ടുള്ള സാവകാശവും ക്ഷമയൊന്നുമില്ല അവന്. പിന്നെ പിടിച്ച് നിർത്തി റെഡിയാക്കിയ ആളെ. അങ്ങനെ ഞങ്ങൾ 2 പേര് റെഡിയായി കഴിഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. ഞങ്ങൾ അച്ചാച്ചനോടും അച്ഛമ്മേനോടൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞു. കുഞ്ഞിച്ചക്കനും വണ്ടി കയറാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 10:15 ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഏകദേശം വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞില്ല, ഞാൻ ചോദിച്ചില്ല. കാരണം കറങ്ങാൻ പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല, എവിടെയാണെങ്കിലും പോയാൽ മതിയല്ലോ. അങ്ങനെ ഈ റോഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ ഞങ്ങളെ കൊണ്ടുപോകണമെന്ന്. നമ്മൾ നേരെ മാളിലേക്കാണ് പോകുന്നത്, ഒബ്രോ മാളിലേക്ക്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മൾ മാളിലേക്ക് എത്തി. അപ്പോൾ പാർക്കിംഗ് വഴി നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല ആ ഒരു ടൈം ആയ കാരണം. അപ്പോൾ ഞങ്ങൾ മാളിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറുകയാണ്. അപ്പോൾ 10:30 ആയപ്പോൾ മാളിലെത്തിയായിരുന്നു. കുഞ്ഞോട്ടിന് മാളിലൊക്കെ കണ്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഫിലിമിന് കയറാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഏട്ടന്. അങ്ങനെ ഞങ്ങൾ ഫിലിമിന് പോകാനായിട്ട് മാളിൽ കയറി. അപ്പോൾ കുഞ്ഞോട്ടിനെ താഴെ നിർത്തിയപ്പോൾ കീ കൊടുത്ത പാവനെ പോലെ ആൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ നേരെ ലിഫ്റ്റിൽ കയറി നമ്മൾ തിയേറ്ററുള്ള ഫ്ലോറിലേക്ക് പോവാണ്. വീഡിയോ എടുത്തപ്പോൾ കുഞ്ഞിച്ചൊക്കെ വലിയ പയ്യന്മാർ കാണിക്കൊണ്ട് മുടിയൊക്കെ സ്റ്റൈലാക്കി വയ്ക്കുകയാണ്. അങ്ങനെ നമ്മൾ തിയേറ്ററിൻ്റെ അങ്ങോട്ടേക്ക് എത്തി. അപ്പോൾ ഓൾറെഡി അവിടെ ഫിലിം നടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ കുറച്ച് ടൈം അവിടെ നമുക്ക് ചെറിയൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് നിന്നു. ഇതൊക്കെ ഞങ്ങൾ അന്ന് പോയപ്പോൾ എടുത്ത ഫോട്ടോ കേട്ടോ. അപ്പോൾ നമ്മൾ കയറാൻ പോണ ഫിലിമാണ് അമരൻ. കുറേ നാളായിട്ട് എനിക്ക് കാണണം എന്നുള്ള ആഗ്രഹമുള്ളൊരു സിനിമയായിരുന്നു. അങ്ങനെ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങി. അപ്പോൾ 1:45 കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ഫിലിമാണ്, നല്ല പടമാട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകണ വഴി ഏട്ടൻ പറഞ്ഞു എന്നാൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഒരു 2:15 ആയപ്പോഴേക്കും ഞങ്ങൾ ഒരു കടയിൽ കയറി. അവിടെ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ഫ്രൈഡ് റൈസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ഫ്രൈഡ് റൈസ്. അപ്പോൾ ഏട്ടൻ വാങ്ങിച്ചു തന്നു. ഞങ്ങൾ 2 പേരും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ ഉറങ്ങിപ്പോയായിരുന്നു അപ്പോഴേക്കും. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഏതൊരു ഭാര്യയ്ക്കും ഇതേപോലെ സമാധാനമായിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ ഇതേപോലെ ഒരു ഭർത്താവിനെ വേണം. കൊച്ചിനെ എടുത്ത് ഒക്കെ നിൽക്കണ ഒരാൾ. അപ്പോൾ ഒരു കട്ടനും കുടിച്ചു. രാത്രി 2:30 ആയപ്പോഴേക്കും വയറെല്ലാം ഫില്ലായി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.